കൂടിയ ജനങ്ങൾക്കരികിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വരെ ആളുകൾ അവിടെ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നമ്മുടെ പ്രതിനിധികളെ കുറിച്ച് അതുല്യ പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രതിനിധിയായ റിയാസ് KM ലേക്ക് പോകാം. റിയാസ് KM, അവസാന നിമിഷങ്ങളാണ്. അവിടെ ആരൊക്കെയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത്? ഒപ്പം അവരുടെ തൊട്ട് പിറകിലായി നിൽക്കുന്നവരാരൊക്കെയാണ്? മന്ത്രിമാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സാധാരണക്കാരായിട്ടുള്ളവരുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. യെസ്, നമ്മളെപ്പോലും കരയിപ്പിച്ച ഒരു കാഴ്ചയുണ്ടായി അല്പം മുമ്പ്. കാരണം അർജുന്റെ 2.5 വയസ്സുള്ള മകൻ അയാൻ കൃഷ്ണയും ഒപ്പം തന്നെ അർജുന്റെ ഇളയ സഹോദരൻ അഭിജിത്തും ചേർന്നാണ് അർജുന്റെ ഭൗതികദേഹത്തിൽ അന്തിമമായി ചിതയ്ക്ക് തീ കൊളുത്തുക. അവർ അതിൽ ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുപോയി. ആ സമയത്ത് കുഞ്ഞ് തന്റെ അച്ഛന്റെ വിയോഗത്തിന്റെ കുറിച്ച് അറിഞ്ഞു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. പൊട്ടിക്കരയുന്ന ആ കുഞ്ഞ്, നേരത്തെ MS പറഞ്ഞു ആ കുഞ്ഞിനെ കുറിച്ച്, ആകാശത്തേക്ക് നോക്കി. ആ കുഞ്ഞ് ഒരുപക്ഷെ ആകാശത്തേക്ക് നോക്കിയത് ഒരു പ്രതീക്ഷയിലായിരിക്കണം. എല്ലാവരും ആകാശത്താണ് ഏതോ ഒരു ശക്തിയുള്ളത് എന്ന് പലപ്പോഴും ഈ വിശ്വാസികൾ വിശ്വസിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് സമാനമായ രീതിയിലാണ് ആ കുഞ്ഞ് ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞ് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ മുതിർന്നവർ പാടുപെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് എല്ലാവരുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഈ വീടിന്റെ അടുക്കള മുറ്റത്തു നിന്ന് ആ കുഞ്ഞ് കുളിച്ച് ഒരുങ്ങി ഈ ചടങ്ങിനായി വരുന്ന ആ രംഗം, അത് ക്യാമറ ദൃശ്യങ്ങളിൽ ആരും പകർത്തിയില്ല. കാരണം അതിന് അപ്പുറത്തൊരു മാനുഷികമായ ഒരു വശമും അതിനുണ്ട്. ആ വശം, ആ കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ആ കാഴ്ച അർജുന്റെ 2.5 വയസ്സുള്ള മകൻ അയാൻ കൃഷ്ണ ഈ ചിതയ്ക്കരികിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഒരു അച്ഛന്റെ ഭൗതികദേഹത്തിന് ചെറിയ പ്രായത്തിൽ, ഒന്നും തിരിയാത്ത പ്രായത്തിൽ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വരുന്ന ഒരു മകൻ എന്ന് പറയുന്നത് ആരുടെയും മനസ്സിനെ അത്രയധികം നൊമ്പരപ്പെടുത്തുന്ന, ആഴത്തിൽ നീറ്റലുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ അന്തിമ കർമ്മങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐവർ മഠത്തിലെ ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുണ്ട്. മന്ത്രി AK ശശീന്ദ്രനുണ്ട്. നേരത്തെ MP വന്നിരുന്നു. MP MK രാഘവനും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ വന്നിരുന്നു. മുൻ MLA പ്രദീപ് കുമാർ അടക്കമുള്ളവരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഈ പരിസരത്തും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. തിങ്ങിക്കൂടിയ ആളുകൾ ഈ അർജുനും ഒപ്പം തന്നെ അർജുന്റെ മുറിയോട് ചേർന്നാണ് അർജുന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ആ തൊട്ടപ്പുറത്തെ മുറി അർജുന്റെ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയാണ്. ആ മുറിക്കരികിലായി അർജുൻ വാങ്ങിയ സ്ഥലത്തിനരികിലായാണ് ഈ അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ഏറ്റവും മനുഷ്യത്വം വിതുമ്പിപ്പോകുന്ന ഒരു കാഴ്ച, മനുഷ്യർ വിതുമ്പിപ്പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇനി നമ്മളൊക്കെ സാക്ഷിയാവുന്നത്. അല്പം മുൻപ് ആ കാഴ്ച കണ്ടപ്പോൾ ഉള്ളുലഞ്ഞു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞ് സ്വന്തം അച്ഛൻ ജീവനറ്റ് കിടക്കുന്നതറിയാതെ അത് മനസ്സിലായെന്ന വണ്ണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനെ കാണണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഇത്രയും ദിവസം കരഞ്ഞിരുന്ന കുഞ്ഞ് തനിക്ക് ഉള്ള അച്ഛൻ നൽകിയ വാക്കുപോലെ തനിക്കുള്ള ലോറിയുമായി വരുമെന്ന് പ്രതീക്ഷിച്ച് ഓരോ തവണ ഈ വീട്ടിനരികിലേക്ക്, ഈ വീടിന്റെ മുന്നിലെ റോഡിലൂടെ ചെറിയ മിനി ലോറി ഉൾപ്പെടെ കടന്നു പോകുന്ന സമയത്ത് അത് തന്റെ അച്ഛനായിരിക്കും, ആ അച്ഛന്റെ ലോറിയായിരിക്കും എന്ന് കരുതി ലോറി എന്ന് വിളിച്ചോടുന്ന അയാൻ കൃഷ്ണ എന്ന 2.5 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പത്രത്തിന്റെ 1ാമത്തെ പേജിൽ നമ്മൾ ആ ചിത്രം കണ്ടതാണ്. ഏറെ കരളലിയിപ്പിക്കുന്ന ആ ചിത്രം ആ കുഞ്ഞിന്റെ ഇത്രയും ദിവസത്തെ ഒരു പ്രതീക്ഷയായിരുന്നു അത്. അച്ഛൻ ഇനി വരുന്നത് തനിക്കുള്ള ലോറിയുമായിട്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ അച്ഛൻ അയാൻ കൃഷ്ണയ്ക്ക് കൊടുക്കാനായി ലോറി വാങ്ങിയിരുന്നു. ആ അയാൻ കൃഷ്ണയുടെ ഓർമ്മയ്ക്കായി ഒരു ലോറി സ്ഥിരമായി അർജുൻ തന്റെ ലോറിക്കകത്ത് സൂക്ഷിക്കുമായിരുന്നു. ആ ലോറി അവശേഷിപ്പിച്ചു. പക്ഷേ അച്ഛൻ തിരികെ വന്നത് ചേതനയറ്റ ശരീരവുമായാണ്. ആ അച്ഛന്റെ ചിതയ്ക്കാണ് 2.5 വയസ്സുകാരനായ അയാൻ അല്പസമയത്തിനകം തീ കൊളുത്താനായി പോകുന്നത്. ജോസഫ് അഗസ്റ്റിൻ അവിടെ നിന്ന് പറയാൻ പോകുന്നതും റിയാസ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. എങ്കിലും ജോസഫ് അഗസ്റ്റിൻ കാണുന്നത് പോലെ ആയിരിക്കില്ല ഒരു മരണ സംസ്കാര ചടങ്ങുകളെ ജോസഫ് അഗസ്റ്റിൻ വ്യത്യസ്തമായി കാണുന്നത്. ജോസഫ് അഗസ്റ്റിൻ, ജോസഫും അവിടെയുണ്ട്, അതുല്യ രാമേന്ദ്രൻ
ഉണ്ട് അതുല്യ രാമചന്ദ്രനിലേക്ക്. ഗണേഷ്, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബാംഗങ്ങളടക്കമുള്ളവർ ചിതയിൽ വെച്ച് സംസ്കാരത്തിനുള്ള അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഹൈന്ദവ മതാചാര പ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ചിതയിലേക്ക് തീ പകരുന്നതിനുള്ള ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിന് അർജുൻ്റെ മൃതശരീരം ദഹിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള തീ പകരുന്നതിനായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള അഭിജിത്താണ് ഈ മരണാനന്തര കർമ്മങ്ങൾ നടത്തുക. അർജുൻ്റെ മകൻ തീരെ ചെറിയ കുട്ടിയാണ്. നേരത്തെ ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ വന്നു പോകുന്ന ആളുകളെല്ലാം കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. മൃതദേഹത്തിനരികിൽ അമ്മ കൃഷ്ണപ്രിയയുടെയും അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെയും മടിയിൽ ഇരുന്നു കൊണ്ട് എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന് ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ അത്തരത്തിൽ വിടർന്ന കണ്ണുകളുമായി നോക്കിയിരിക്കുന്ന ആ കുഞ്ഞിനെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അർജുൻ്റെ സഹോദരനാണ് ഇപ്പോൾ ഈ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. നിലവിൽ അർജുൻ്റെ അർജുൻ്റെ മുറിയോട് വലതുവശത്തായി ഒരുക്കിയിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു സംസ്കാരം നടക്കുക. അർജുന ഏറ്റവും പ്രിയപ്പെട്ട ഇടം, അർജുന എന്നും തിരിച്ചെത്താൻ കൊതിച്ചിരുന്ന ഇടമായിരുന്നു വീട്. ഇപ്പോൾ വീട്ടിൽ തനിക്ക് ഒട്ടും സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്ന് നിരന്തരം പരിഭവപ്പെട്ടിരുന്ന ആ ഇടത്തേക്ക് അർജുൻ അവസാനമായി മടങ്ങിയെത്തിയിരിക്കുകയാണ്. വലിയ ജനാവലി തന്നെ ഇപ്പോഴും ആ സംസ്കാരം നടക്കുന്ന ഇടത്തിന് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ആ സംസ്കാരം നടക്കുന്നതിന് ചുറ്റുമുള്ള ആ മതിൽക്കെട്ടിനപ്പുറത്ത് നിന്നുവരെ ജനങ്ങൾ തടിച്ചുകൂടി അവസാനമായി എത്തുകയാണ്. ഒരു പക്ഷേ കാണാനൊരു മുഖമില്ലാതിരുന്നിട്ട് പോലും ഇത്രയധികം ആളുകൾ ഒരാളെ കാണാൻ എത്തുന്നത്, അതിലെ ഒരു സാങ്കത്യം ഒരുപക്ഷെ മറ്റാർക്കും ഇത്രയധികം മലയാളികളെ പോലെ മനസ്സിലാകുമായിരിക്കില്ല. നിരവധി കമൻറ്റുകളടക്കം കണ്ടിരുന്നു. കാണാനായി ഒന്നും ബാക്കിയില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെയൊരു പൊതുദർശനം എന്നത്. പക്ഷെ അതൊരു വിരാമത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. എല്ലാം അവസാനിച്ചു, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഉത്തരമായി എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ ഭാഗമായാണ് ഈ ഒരു പൊതുദർശനം അടക്കം. ആ ഒരു കുടുംബം എത്രത്തോളം പരിഭ്രാന്തിയിലാണോ അല്ലെങ്കിൽ എത്രത്തോളം പരിഭ്രമത്തിലാണോ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഉണ്ടായിരുന്നത്, ദിവസങ്ങൾ കഴിയും തോറും അത് ഒരു സംസ്ഥാനം ഒന്നാകെ വ്യാപിക്കുകയായിരുന്നു. ലോകമെമ്പാടും മലയാളികളും മലയാളികളല്ലാത്തവർ പോലും എന്തായിരിക്കും ഇതിൻ്റെ വരും ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്ന വാർത്തകൾ എന്ന രീതിയിൽ ഓരോ ദിവസവും എഴുന്നേറ്റയുടനെ തന്നെ എന്തായി എന്ന് ആകാംക്ഷയോടുകൂടി ഒരു പക്ഷേ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു തരത്തിലേക്കാണ് നാളുകൾ മാറി വന്നത്. അതുകൊണ്ട് തന്നെ ഈ അർജുനെ തിരികെ ചേതനയറ്റ ശരീരമായെങ്കിലും അർജുനെ തിരികെ ലഭിക്കുന്നതും അർജുൻ തൻ്റെ ജന്മനാട്ടിലേക്ക് അന്ത്യവിശ്രമത്തിനായി മടങ്ങി വരുന്നതുമെല്ലാം ആ കുടുംബത്തിൻ്റേതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ദുഃഖമായി മാറുകയായിരുന്നു. ഒരുപക്ഷെ ഒരു സാധാരണക്കാരന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അനിതര സാധാരണമായൊരു മടക്കമാണ് അർജുന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ സതീഷ് കൃഷ്ണ സെയിൽ MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോറി ഡ്രൈവർ അല്ലേ, വെറും ഒരു അർജുനല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ആദ്യ ദിവസങ്ങളിൽ എല്ലാവരും കേട്ടതാണ്. എന്നാൽ അത്തരത്തിൽ വെറുമൊരു എന്ന ആ വാക്കിനെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു സാധാരണക്കാരന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അസാധാരണം എന്ന് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്. അത്രത്തോളം അനിതര സാധാരണമായ ഒരു മടക്കം, ഒരു അന്ത്യയാത്ര അല്ലെങ്കിൽ ഒരു വിട നൽകലാണ് ഇപ്പോൾ കേരളം സാക്ഷിയാകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ അതിർത്തിയിൽ വെച്ച് കേരള പോലീസ് അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ മുതൽ ഓരോ ഇടത്തും അർജുന അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വഴിയരികിൽ കാത്തു നിന്നിരുന്നത് നിരവധി പേരാണ്. ആ പുലർച്ചെ സമയമായിട്ട് പോലും ആംബുലൻസ് മാത്രമേ കാണാനാകൂ. അതിനുള്ളിൽ മൃതദേഹമുണ്ട് എന്ന് ഉള്ളൊരു വസ്തുത അറിയാമെന്നല്ലാതെ മറ്റൊന്നും കാണാനില്ലാഞ്ഞിട്ട് പോലും ആ പുലർച്ചെയും വഴിയരികിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് കാത്തുന്നത്. മഞ്ചേശ്വരത്തായാലും തലപ്പാടിയിലായാലും അഴിയൂരിലായാലും എല്ലാം ഏറ്റുവാങ്ങുന്നിടങ്ങളിലെല്ലാം മലയാളികൾ ഉള്ളിടത്തെല്ലാം അർജുന അന്തിമോപചാരം അർപ്പിക്കാൻ അവർ തയ്യാറായിരുന്നു. കേട്ടുകേൾവി മാത്രമുള്ള
ചാനലുകളിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഉള്ള ഒരു ഫോട്ടോ എന്നുള്ളൊരു ഓർമ്മ മാത്രമുള്ള ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു നാടാകെ ഒന്നിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ആ മൃതദേഹത്തിൻ്റെ പൊതുദർശനത്തിൻ്റെ ആ ഒരു പന്തലിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആ ചിതയിലേക്ക് എടുത്തുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതെ, അവിടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ നമ്മുടെ പ്രതിനിധി റിയാസ് KM അതിൻ്റെ വേദന പങ്കുവെക്കുന്നു. റിയാസ്, ഇപ്പോഴിതാ അന്തിമ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അർജുന് അവസാനമായി യാത്രയക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് അർജുന്റെ ഇളയ സഹോദരൻ അഭിജിത്തും, ഒപ്പം തന്നെ ഈ കർമ്മത്തിൽ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിത കൊളുത്തുന്നത് 2.5 വയസ്സുള്ള മകൻ അയാൻ കൃഷ്ണയും, ഒപ്പം ഈ സഹോദരനായിട്ടുള്ള അർജുന്റെ സഹോദരനായിട്ടുള്ള അഭിജിത്തുമാണ്. അർജുന്റെ സഹോദരി ഭർത്താവ് അടക്കമുള്ളവർ, മറ്റ് അർജുന്റെ അടുത്ത സഹോദരങ്ങൾ അടക്കമുള്ളവരുണ്ട്. ഇവിടെ ഈശ്വർ മാർപ്പയിൽ മനാഫിനെയും എല്ലാം തന്നെ നമുക്ക് തൊട്ടരികിലായി കാണാൻ കഴിയും. മനാഫുണ്ട്, ലോറി ഡ്രൈവർ മുബീൻ, ഇവരെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഈശ്വർ മാൽപ്പയുണ്ട്. ഈശ്വർ മാൽപ്പെ ഇവിടത്തേക്ക് എത്തിയ ഒരു കാഴ്ച കാണാം. അർജുന്റെ കുഞ്ഞുൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവർ ഈ മൃതദേഹത്തെ പ്രദക്ഷിണം വെക്കുകയാണ്. പ്രദക്ഷിണം വെച്ച് വീണ്ടും മറ്റ് കർമ്മങ്ങൾ ഈ അയ്യർ മഠത്തിലെ ആളുകൾ പറയുന്നതിനനുസൃതമായ സംസ്കാരത്തിന് ആവശ്യമായ ചടങ്ങുകൾ, കർമ്മങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട അർജുൻ, വീട്ടുകാർക്കെല്ലാമായിരുന്ന അർജുൻ ഇനി ദീപ്തമായ ഒരു സ്മരണ മാത്രമായി, ഓർമ്മയിലെ ഒരു ജ്വലിക്കുന്ന നക്ഷത്രമായി അർജുൻ ഇനി ഓർമ്മയിലാണ് ജീവിക്കുക. അല്പസമയം കഴിഞ്ഞാൽ അഗ്നിനാളങ്ങൾ അർജുന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങും. ആത്മാവും ഓർമ്മകളും ബാക്കിയാക്കി അർജുൻ മൺമറയും. അതിനുള്ള അന്തിമമായ ചടങ്ങുകളാണ് ഈ ചുറ്റും ശ്മശാനത്തിന് സമാനമായ രീതിയിൽ ചിതയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അർജുന്റെ ഭൗതികദേഹത്തിന് ചുറ്റും കമ്പിവേലി കൊണ്ട് അത് ചിത തയ്യാറാക്കുകയാണ് അയ്യർ മഠത്തിലുള്ള ആളുകൾ. അതെ, ഈ മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിന് വീണ്ടും അതിജീവിക്കേണ്ടതുണ്ട്. ഈ കുടുംബത്തിന് യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. റിയാസ് KM ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള പദപ്രയോഗങ്ങൾ, ഭൗതികദേഹം, ആത്മാവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസികളെ സംബന്ധിച്ച് മാത്രം പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രീയമായിട്ട് അത് ശരിയുമാവണമെന്നില്ല. എന്തായാലും വിശ്വാസികളായ അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിട്ട് ഈ മരണാനന്തര ചടങ്ങ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാനിർഭരമായിട്ടുള്ള ഒന്നാണ്. അത് കഴിഞ്ഞ് ചിത കത്തിയെരിഞ്ഞ ചാരമായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നിത്യജീവിതത്തിലേക്ക് തിരികെ പ്രവേശിക്കേണ്ടതുണ്ട്. ആ നിത്യജീവിതത്തിൽ തനിക്ക് ലഭിച്ച ജോലിയുമായിട്ട് മുന്നോട്ട് പോയി മക്കളെയും മറ്റും വളർത്തി വലുതാക്കിയെടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വാസ്തവം തിരിച്ചറിഞ്ഞ് ഇനിയുള്ള ജീവിതത്തെ ഒരു സാധാരണ ഒരു കുടുംബം നേരിടുന്നത് പോലെ നേരിടേണ്ടതുമുണ്ട്. അത് ആണ് ഇനി അവരെ അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. ഇത് ഒരു കേവലമായ ചടങ്ങ് മാത്രമാണ്. ആ ചടങ്ങ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളുമാണ് ഇപ്പോൾ. അതുല്യയിലേക്ക് അല്പസമയം. ബനേഷ്, ഇപ്പോൾ റിയാസ് KM സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അർജുൻ്റെ ചിത പൂർണ്ണമായും മൂടി അവസാനമായി ഇപ്പോൾ അടുത്തുനിന്ന് മറ്റു കുടുംബാംഗങ്ങളെ, ഭാര്യയെയും കുഞ്ഞുമകനെയും അടക്കമുള്ളവരെ മാറ്റി ചിതയ്ക്ക് തീ കൊളുത്താനുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ അർജുൻ്റെ അനിയൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്താനുള്ള സാമഗ്രികളുമായി തയ്യാറായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാരം പൂർത്തിയാകും. സംസ്കാരം പൂർത്തിയായതിനു ശേഷം ഒരു ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ എന്ത് തന്നെയായാലും അവിടെയുള്ള വീട്ടിലെ എല്ലാവിധ ചടങ്ങുകളും സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി എല്ലാവരും മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉച്ചയോടുകൂടി അവിടെ എല്ലാം അവസാനിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അർജുൻ്റെ വീടിന് തൊട്ട് മുന്നിലായി, അർജുൻ്റെ വീടിന് നേരെ വിപരീത ദിശയിലായി ഒരു പാടശേഖരമുണ്ട്.
സ്ഥലമുണ്ട്. അവിടെ ഒരു അനുസ്മരണ യോഗം, ഒരു അനുശോചന യോഗം എന്ന രീതിയിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. അർജുൻ്റെ ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരെല്ലാം തന്നെ ആ അനുശോചന യോഗത്തിലും കൂടി പങ്കെടുത്ത ശേഷമായിരിക്കും മടങ്ങിപ്പോവുക. രാഷ്ട്രീയ പ്രതിനിധികളും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കൾ, ജനപ്രതിനിധികളടക്കമുള്ളവർ ഒരു അനുശോചന യോഗത്തിലും കൂടി പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ അർജുൻ്റെ വീടിന് തൊട്ട് മുന്നിലായി ആ ഒരു പാടശേഖരത്തിലാണ് ഈ ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ ഒരു അനുശോചന യോഗം ആരംഭിക്കുക. അതിനു മുന്നോടിയായി വീടിനകത്ത് വീട്ടുവളപ്പിലുള്ള സംസ്കാരത്തിൻ്റെ പരിപാടികളും സംസ്കാര ചടങ്ങുകളും എല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാകും. ആ സംസ്കാരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് പോലെ തന്നെ അർജുൻ്റെ അനിയൻ ഇപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണ്. ഇതോടുകൂടി ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിരാമമാകുന്നതോടുകൂടി അവർക്ക് ഇനി അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ഒരു ജീവിത പ്രക്രിയയ്ക്ക് വിരാമമാകുകയാണ് റിയാസ് KMRലേക്ക്. ഇപ്പോൾ അർജുന്റെ ചിതയ്ക്ക് അനിയൻ അഭിജിത്ത് തീ കൊളുത്തുകയാണ്. അതിന് തൊട്ടു മുൻപായി അർജുന്റെ മകൻ അയൻ കൃഷ്ണ വന്നിരുന്നു. അയൻ കൃഷ്ണ പൊട്ടിക്കരയുന്ന, അതായത് കുഞ്ഞ് വിരുമ്പി കരയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തീ കൊളുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അന്തിമമായ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊട്ടു പിറകിലായി മൂത്ത സഹോദരി അഞ്ജുവിന്റെ ഭർത്താവ് വിപിൻ, ഒപ്പം തന്നെ അവരുടെ അടുത്ത ബന്ധുക്കൾ എന്നിവരെല്ലാം തന്നെ ഉണ്ട്. അവരൊക്കെ ചേർന്നാണ് ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അവസാനമായി പ്രിയതമന് അന്ത്യചുംബനം നൽകി ഭാര്യകൃഷ്ണപ്രിയ തൊട്ടു മുൻപ് എത്തിയിരുന്നു. പിന്നാലെയാണ് മകനെ കൊണ്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ അവർ പൂർത്തീകരിച്ചത്. എന്നാൽ മകൻ സ്വന്തം പിതാവിന്റെ ഭൗതികദേഹത്തിന് മുമ്പിൽ വാവിട്ട് നിലവിളിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അർജുൻ അഗ്നിനാളങ്ങളിൽ എരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗംഗാവലിപ്പുഴ 72 ദിനങ്ങൾ അടക്കി പിടിച്ച അർജുൻ എന്ന് പറയുന്ന മകൻ ഇപ്പോഴിതാ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നു. അതിനാൽ ആവശ്യമായി ചിതയിലേക്ക് സഹോദരൻ അഭിജിത്ത് തീ കൊളുത്തുന്നു. ആ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന് സാക്ഷിയായി വലിയൊരു ജനസഞ്ചയമുണ്ട്. അതിൽ തന്നെ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഇവിടെയുണ്ട്. അർജുനെ സ്വന്തം വീട്ടുകാരനായി സ്നേഹിച്ച ആളുകളുണ്ട്. ചടങ്ങുകൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുമുണ്ട്.